US തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ കിതയ്ക്കുന്നു. ആദ്യ സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ബൈഡൻ പതറി. ഇതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഡെമോക്രാറ്റുകൾ. ബൈഡനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബൈഡന് പകരം ഡെമോക്രാറ്റുകൾ പുതിയ സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. CNN നടത്തിയ ആദ്യ സംവാദത്തിൽ ബൈഡൻ തകർന്നു തരിപ്പണമായി. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഉയർത്തിയ ഓളത്തിന് മുന്നിൽ ബൈഡൻ പതറി. കള്ളങ്ങളും അർദ്ധസത്യങ്ങളും വിളിച്ചു പറഞ്ഞാണ് ട്രംപ് പതിവ് പോലെ കത്തിക്കയറിയത്. എന്നാൽ ഇതിനെയൊന്നും പ്രതിരോധിക്കാനാവാതെ 81-കാരനായ ബൈഡൻ കുഴങ്ങി. ഇത് വ്യാപകമായി ചർച്ചയായതോടെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഡെമോക്രാറ്റുകൾ ശ്രമം തുടങ്ങിയത്. ട്രംപിനേക്കാൾ വെറും 3 വയസ്സ് മാത്രം പ്രായക്കൂടുതലേ ബൈഡനുള്ളൂ. ബൈഡനെ പടുവൃദ്ധനായി ചിത്രീകരിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ ബൈഡനെ പിന്തുണച്ച് രംഗത്തെത്തി. എന്നാൽ സംവാദം നിരാശപ്പെടുത്തിയെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. സംവാദം മോശമായിരുന്നു, എന്നാൽ ജീവിതം മുഴുവൻ സാധാരണക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളും തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളും തമ്മിലുള്ള മത്സരമാണിതെന്നും ഒബാമ പറഞ്ഞു. അതിനിടെ ബറാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമയുടെ പേരാണ് ബൈഡൻ്റെ പകരക്കാരനായി ഉയർന്നു വരുന്നത്. നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം, ഇലിനോയ് ഗവർണർ JB പ്രിറ്റ്സ്കർ, മിഷിഗൻ ഗവർണർ ഗ്രെച്ചൻ വിറ്റ്മർ, ഷെറോഡ് ബ്രൗൺ, ഡീൻ ഫിലിപ്സ് എന്നിവരുടെ പേരുകളും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും സാധ്യതയുള്ളത് മിഷേലിന് തന്നെയാണ്. മിഷേൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയാകാൻ 80% സാധ്യതയുണ്ടെന്നാണ് US സെനറ്റർ ടെഡ് ക്രൂസും പറഞ്ഞത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മിഷേൽ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അമേരിക്കയിൽ ഏറ്റവും ജനപിന്തുണ നേടിയ പ്രഥമ വനിതയായിരുന്നു മിഷേൽ. ജനങ്ങൾക്കിടയിൽ മിഷേലിന് ഇപ്പോഴും നല്ല സ്വാധീനമുണ്ട്. എന്നാൽ രാഷ്ട്രീയ മോഹങ്ങൾ തനിക്കില്ലെന്ന് മിഷേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തീരുമാനം മാറ്റി സ്ഥാനാർത്ഥിയായി മിഷേൽ എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ പേരും ഉയരുന്നുണ്ട്. എന്നാൽ ബൈഡൻ ഭരണകൂടത്തിൽ കമലയുടെ പ്രകടനത്തെക്കുറിച്ച് വ്യാപക പരാതിയുണ്ട്. ഭരണാധികാരി എന്ന നിലയിൽ മോശം പ്രകടനമാണ് നടത്തിയതെന്നാണ് കുറ്റപ്പെടുത്തൽ. അതുപോലെ ജനപിന്തുണ നേടിയെടുക്കുന്നതിലും പിന്നിലാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. എങ്കിൽ ബൈഡൻ ഒഴിയുകയാണെങ്കിൽ ആദ്യ പരിഗണന കമലയ്ക്ക് തന്നെയായിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനിടെ സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി മാറ്റാൻ ഡെമോക്രാറ്റുകൾക്ക് കഴിയില്ല. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ജോ ബൈഡൻ തന്നെ തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനാകൂ. ഇതുവരെ അങ്ങനൊരു നീക്കം ബൈഡൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഓഗസ്റ്റ് 19 ഷിക്കാഗോയിൽ നടക്കാനിരിക്കുന്ന ഡെമോക്രാറ്റിക് കൺവെൻഷന് മുമ്പോ കൺവെൻഷനിൽ വെച്ചോ ബൈഡൻ പിന്മാറാൻ തയ്യാറായാൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പുതിയ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം.